പ്രിയ കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അൺബയാസ്നെസ് എന്താണെന്നാണ് കണ്ടത്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. ഒരു പ്രോബ്ലം കൂടി നമ്മൾ നോക്കുകയാണ്. നമുക്കറിയാം, ഒരു സ്റ്റാറ്റിസ്റ്റിക് ടി തന്നിട്ട് അത് ഒരു പാരാമീറ്റർ തീറ്റ എന്ന് പറയുന്ന ഒരു പാരാമീറ്ററുടെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റ് ആണ് എന്ന് തെളിയിക്കണമെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ടി ഈക്വൽ ടു തീറ്റ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് x1, x2, etc. xn is a random sample from a normal population with mean mu and variance 1, show that Tn equal to 1 by n sigma xi square is an unbiased estimator of mu square plus 1. അപ്പോൾ അൺബയാസ്നെസ് ചെക്ക് ചെയ്യുന്ന അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ് എന്ന് തെളിയിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്ത്? Tn എന്ന് പറയുന്നത് mu സ്ക്വയർ പ്ലസ് 1ൻ്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ Tn ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1 by n സിഗ്മ xi സ്ക്വയർ എന്നാണ്. നമുക്ക് വേണം, പ്രോബ്ലം ചെയ്തു പോകുമ്പോൾ വേണം. സോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എക്സ്പെക്ടേഷൻ ഓഫ് Tn ഈക്വൽ ടു mu സ്ക്വയർ പ്ലസ് 1. സോ Tn എന്ന് പറയുന്നത് mu സ്ക്വയർ പ്ലസ് 1ൻ്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റ് ആണ് എന്ന് തെളിയിക്കുക എന്നാണ് പറഞ്ഞിരിക്കുക. സോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എക്സ്പെക്ടേഷൻ ഓഫ് Tn ഈക്വൽ ടു mu സ്ക്വയർ പ്ലസ് 1. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്? നമ്മൾ എടുത്തിരിക്കുന്ന ഈ റാൻഡം സാമ്പിൾ n സൈസ് ഉള്ള ഒരു സാമ്പിളാണ് അല്ലേ. x1, x2, etc. xn എന്ന് പറയുന്ന n ഐറ്റംസ് വരുന്ന ഒരു സാമ്പിളാണ് എടുത്തിരിക്കുന്നത്. നോർമൽ പോപ്പുലേഷനിൽ നിന്നാണ്. അതുപോലെ ഈ സാമ്പിളിൻ്റെ മീൻ എന്ന് പറയുന്നത് mu ആണ്, വേരിയൻസ് എന്ന് പറയുന്നത് 1 ആണ്. എന്ന് പറയുമ്പോൾ ഓരോ ഐറ്റംസിൻ്റെയും മീനിന് നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് x എന്ന് ജനറലായിട്ട് പറയാം. ഇത് ഓരോ ഐറ്റംസിനെയും റെഫർ ചെയ്യുന്നത് കൊണ്ട് എക്സ്പെക്ടേഷൻ ഓഫ് xi എന്ന് സൂചിപ്പിക്കാം. വേർ i വേരി ഫ്രം 1 to n. സോ മീൻ mu ആണെന്ന് തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് xi mu ആണെന്ന് തന്നിരിക്കുന്നു. നമുക്കിങ്ങനെ എഴുതാം, ഗിവൺ മീൻ ഈക്വൽ ടു mu എന്നാണ് തന്നിരിക്കുക. സോ ഫ്രം ദാറ്റ് വി ക്യാൻ റൈറ്റ് എക്സ്പെക്ടേഷൻ ഓഫ് xi ഈക്വൽ ടു mu. ഓൾസോ ഗിവൺ ദാറ്റ് വേരിയൻസ് ഇസ് 1. ഓൾസോ ഗിവൺ ദാറ്റ് വേരിയൻസ് of the given sample is 1. That means variance of xi is also given and it is 1. നമുക്കറിയാം, വേരിയൻസ് കാണാൻ എക്സ്പെക്ടേഷനുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഫോർമുലയുണ്ട്. ദ ഫോർമുല ഈസ് വേരിയൻസ് ഓഫ് xi ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് x സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് x ദി ഹോൾ സ്ക്വയർ. ഇവിടെ ഐറ്റംസ് സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടി i എന്ന് പറയുന്ന ഒരു സഫിക്സും കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. സോ വേരിയൻസ് ഓഫ് xi എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് xi സ്ക്വയർ expectation of xi square minus expectation of xi the whole square. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് xi സ്ക്വയറിൽ നിന്ന് എക്സ്പെക്ടേഷൻ ഓഫ് xiയുടെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് വേരിയൻസ് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് തന്നിരിക്കുന്നത്. വേരിയൻസ് ഓഫ് xi 1 എന്ന് തന്നിരിക്കുന്നു. സോ വേരിയൻസ് ഓഫ് xiക്ക് പകരം ഞാൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. എക്സ്പെക്ടേഷൻ ഓഫ് xi mu എന്ന് അറിയാം. സോ ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് xiക്ക് പകരം mu കൊടുക്കുവാണ്. സോ എക്സ്പെക്ടേഷൻ ഓഫ് xi സ്ക്വയർ മൈനസ് mu സ്ക്വയർ എന്ന് നമുക്ക് ഇത് എഴുതാം. ഇനി വീണ്ടും ഈ മൈനസ് mu സ്ക്വയർ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് mu സ്ക്വയർ ആകും. സോ വി ക്യാൻ റൈറ്റ് mu സ്ക്വയർ മൈനസ് mu സ്ക്വയർ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു. ദെൻ വി ഗെറ്റ് mu സ്ക്വയർ. സോ mu സ്ക്വയർ പ്ലസ് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന 1 mu സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് xi സ്ക്വയർ എന്ന് കിട്ടും. ഇത് തിരിച്ചെഴുതിയാൽ എക്സ്പെക്ടേഷൻ ഓഫ് xi സ്ക്വയർ ഈക്വൽ ടു mu സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടും. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. നമുക്ക് എന്താണ് തെളിയിക്കേണ്ടത്? Tn എന്ന് പറയുന്നത് mu സ്ക്വയർ പ്ലസ് 1ൻ്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. സോ അതിനു വേണ്ടി നമുക്ക് Tn നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്നു. Tn എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? വി ആർ ഗിവൺ ദാറ്റ് Tn ഈക്വൽ ടു 1 by n സിഗ്മ xi സ്ക്വയർ. നമുക്ക് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും എക്സ്പെക്ടേഷൻ എടുക്കാം. ടേക്കിംഗ് എക്സ്പെക്ടേഷൻ ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് എക്സ്പെക്ടേഷൻ ഓഫ് Tn ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് 1 by n ഇൻറ്റു സിഗ്മ xi സ്ക്വയർ എന്ന് കിട്ടും. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്
എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് എന്ന് പറയുന്നത് എ ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അത് പുറത്തേക്ക് എടുക്കാം. സോ എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് എഴുതാം എന്നറിയാം. സിമിലർലി ഇവിടെ ഈ 1/n ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുത്താൽ 1/n ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് സിഗ്മ എക്സ് ഐ സ്ക്വയർ എന്ന് കിട്ടും. എഗെയിൻ എക്സ്പെക്റ്റേഷൻ ഓഫ് സിഗ്മ എക്സ്, ഇതിനെ നമുക്ക് ഈ സിഗ്മ നൊട്ടേഷൻ പുറത്തേക്ക് എടുത്തിട്ട് സിഗ്മ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്നും എഴുതാം. നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതും. സോ എഗെയിൻ ഈ സിഗ്മ നമ്മൾ ഔട്ട് സൈഡ് എടുക്കുവാണ്. സോ വി ഗെറ്റ് 1/n ഇൻറ്റു സിഗ്മ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഐ സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ ഈ സമ്മേഷൻ കൊടുത്തിരിക്കുന്നത് തന്നെ ഇവിടെ n സൈസുള്ള സാമ്പിൾ ആണ് എന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പോൾ ഈ സമ്മേഷനിൽ നമുക്കും ആ വേരിയേഷൻ കൊടുക്കാം. ഈ ഐയുടെ വേരിയേഷൻ 1 to n. നൗ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഐ സ്ക്വയർ നമ്മളിവിടെ കണ്ടുപിടിച്ചതാണ്. ഫ്രം ഇക്വേഷൻ 1 വി ക്യാൻ റീറൈറ്റ് ദിസ് ആസ് മ്യൂ സ്ക്വയർ പ്ലസ് 1. അങ്ങനെ റീറൈറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 1/n ഇൻറ്റു സിഗ്മ ഐ വേരിയിങ് ഫ്രം 1 to n എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഐ സ്ക്വയറിന് പകരം മ്യൂ സ്ക്വയർ പ്ലസ് 1 എന്ന് റീറൈറ്റ് ചെയ്തു. എഗെയിൻ നമുക്കിപ്പോൾ സിഗ്മ ഐ വേരിയിങ് ഫ്രം 1 to n കൊടുത്തിട്ട് ഇവിടെ എന്ത് കൊടുത്താലും അതിൻ്റെ മീനിങ് എന്താണ്? n 1 തുടങ്ങി n തവണ വരെ ഇത് ആഡ് ചെയ്യണം എന്നാണ് അല്ലേ. സപ്പോസ് ഇവിടെ എ ആയിരുന്നെങ്കിൽ എ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ ടൈംസ് എന്നേ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ എൻ എ എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. സിമിലർലി ഇവിടെയും സമ്മേഷൻ ഈസ് ഫ്രം 1 to n അല്ലേ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഈ മ്യൂ സ്ക്വയർ പ്ലസ് 1 n ടൈംസ് ആഡ് ചെയ്യണമെന്നാണ്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? 1/n ഇൻറ്റു n ടൈംസ് മ്യൂ സ്ക്വയർ പ്ലസ് 1 എന്നാണ് കിട്ടുക. ഈ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുമുള്ള n ക്യാൻസൽ ആയി പോകും. ആൻഡ് ഫൈനലി വി ഗെറ്റ് ദി ആൻസർ ആസ് മ്യൂ സ്ക്വയർ പ്ലസ് 1. നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? എക്സ്പെക്റ്റേഷൻ ഓഫ് Tn. സോ വി ഗെറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് Tn ഈക്വൽ ടു മ്യൂ സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടും. അതായിരുന്നില്ല നമുക്ക് തെളിയിക്കേണ്ടത് അല്ലേ? ആണ്. അപ്പോൾ വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് Tn ഇസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് മ്യൂ സ്ക്വയർ പ്ലസ് 1. That's all for today. Thank you.